അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ ഇന്ത്യക്കാരനെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് നഗ്നനാക്കി വഴിയിൽ ഉപേക്ഷിച്ചു. കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. മർദ്ദിച്ച ശേഷം അക്രമികൾ ഇയാളെ നഗ്നനാക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. വംശീയമായ ആക്രമണമായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജൂലൈ 19 വൈകുന്നേരം ഡബ്ലിൻ 24 ടാലറ്റിലെ പാർക്ക് ഹിൽ റോഡിലാണ് ഒരു കൂട്ടം ഐറിഷ് യുവാക്കൾ ചേർന്ന് ആഴ്ചകൾക്ക് മുമ്പ് അയർലാൻഡിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരനെ ക്രൂരമായി ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇയാൾക്ക് കൈകൾക്കും കാലിനും മുഖത്തും സാരമായ പരിക്കേറ്റിരുന്നു. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ഇയാളെ യാത്രക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇന്ത്യക്കാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇയാൾ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഐറിഷ് പോലീസ് തള്ളുകയും ടാലറ്റ് മേഖലയിൽ ഇതിനു മുൻപും സമാനമായി ആക്രമണം നടന്നിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണങ്ങൾ കൂടുന്നുണ്ടെന്നും അവർ പ്രശ്നക്കാരാണെന്നുമുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഐറിഷ് ജസ്റ്റിസ് ജിം ഓഗല്ലഗൻ പറഞ്ഞു. അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. തെളിവുകൾ ലഭ്യമാകും മുമ്പേ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാർത്ത നൽകിയ ദേശീയ മാധ്യമത്തെ അദ്ദേഹം വിമർശിച്ചു. സത്യാവസ്ഥ അറിയാൻ ഐറിഷ് ജനത കാണിച്ച പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ സ്ത്രീയുടെ മൊഴിയനുസരിച്ച് 13 പേരടങ്ങുന്ന സംഘം പുരുഷനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ബാങ്ക് കാർഡുകൾ, ഫോൺ, ചെരുപ്പ്, വസ്ത്രങ്ങൾ എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ച നിലയിൽ കണ്ട അയാളെ പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചത് ഈ സ്ത്രീയായിരുന്നു. ഇവർ അക്രമകാരികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.